നമസ്കാരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ആരോപണങ്ങളൊന്നൊഴിയാതെ അന്വേഷിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരോപണം ഉന്നയിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആഗോള അയ്യപ്പ സംഗമം അലങ്കോലപ്പെടുത്താനുള്ള ഊഹാപോഹമായാണ് വന്നത്. ഇടതുപക്ഷത്തിന് ആരുടെയും ഒരു ചില്ലി കാശിന്റെ ആവശ്യമില്ല. ആരെയും സംരക്ഷിക്കാനോ സംരക്ഷണം ഒരുക്കാനോ CPM ഇല്ല. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യം CPM-നില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ കാര്യങ്ങൾ. വിജിലൻസ് അല്ല, ഏത് അന്വേഷണം വേണമെങ്കിലും നടക്കട്ടെ. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് അന്വേഷണവും നടത്താം. കൃത്യമായ അന്വേഷണം വേണം, അതിന് കാലമൊന്നും പ്രശ്നമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം RSSന്റെ ശതാബ്ദിയിൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയതിനെയും MV ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വിമർശിച്ചിരുന്നു. RSS പരിപാടി സംഘടിപ്പിക്കുന്നതിനെ വിമർശിക്കുന്നില്ല, എന്നാൽ നാണയവും സ്റ്റാമ്പും പുറത്തിറക്കിയിരിക്കുന്നു. തീവ്ര ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്ന RSSന് വേണ്ടി നാണയവും സ്റ്റാമ്പും പുറത്തിറക്കിയത് പ്രതിഷേധാർഹമാണ്. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന RSS വർഗീയ താല്പര്യം സംരക്ഷിക്കുന്നതിന് ഗവൺമെന്റിനെ തന്നെ ഉപയോഗപ്പെടുത്തുന്നു. ഖജനാവിലെ പണം ഇത്തരം താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. കേന്ദ്ര സർക്കാരിൻ്റെത് തെറ്റായ സമീപനമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വയനാട് പുനർനിർമ്മാണത്തിനുള്ള കേന്ദ്ര ഫണ്ടിൽ മുണ്ടക്കൈ ദുരന്തബാധിതരെ വീണ്ടും അപമാനിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു. 260.56 കോടിയാണ് സഹായമായി നൽകുന്നത്. കേരളത്തോടും കേരള ജനതയോടും കാണിക്കുന്ന വിവേചനമാണിതെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. എന്തായാലും ശബരിമല സ്വർണ്ണപ്പാളി വിവാദം വലിയ രീതിയിൽ വ്യാപിച്ചിരിക്കുകയാണ്. എത്രത്തോളം വ്യാപ്തിയുണ്ട് ഈ സ്വർണ്ണപ്പാളി കട്ടെടുത്തുകൊണ്ട് പോയതുമായി ബന്ധപ്പെട്ടെന്ന കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വന്നിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ വൻ വെളിപ്പെടുത്തലാണ് നടത്തിയത്. 1999 ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന് വിജയമല്യ നിയോഗിച്ച വിദഗ്ധൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നോട് 2019 ഈ സ്വർണം ചെമ്പുപാളിയായത് എങ്ങനെയെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശാൻ വേണ്ടി 5 കിലോയോളം സ്വർണം ഉപയോഗിച്ചെന്ന് വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോൾ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. 1999 തന്നെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നുവെന്ന് വിജയമല്യ നിയോഗിച്ച വിദഗ്ധൻ സെന്തിൽനാഥൻ വെളിപ്പെടുത്തിയിരുന്നു. 5 കിലോഗ്രാമോളം സ്വർണമാണ് ഇതിനായി ഉപയോഗിച്ചതെന്നും സെന്തിൽനാഥൻ വെളിപ്പെടുത്തി. ഉയർന്ന ഗുണനിലവാരമുള്ള 24 ക്യാരറ്റ് സ്വർണമാണ് ഉപയോഗിച്ചത്. 30 കിലോയിലധികം സ്വർണമാണ് സന്നിധാനം പൊതിയാൻ UB ഗ്രൂപ്പ് സ്വർണമായി അനുവദിച്ചതെന്നും സെന്തിൽനാഥൻ പറയുന്നുണ്ട്. 1999 വിജയമല്യ നടത്തിയ സ്വർണം പൂശാൻ UB ഗ്രൂപ്പിനായി പരിശോധിച്ചത് തമിഴ്നാട് സ്വദേശിയായ എറണാകുളത്ത് താമസിക്കുന്ന സെന്തിൽനാഥനാണ്. ഈ ഘട്ടത്തിൽ എന്തായാലും എത്ര കിലോ സ്വർണത്തിന്റെ കള്ളക്കടത്താണ് അല്ലെങ്കിൽ തട്ടിപ്പാണ് നടത്തിയതെന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വരും. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ദേവസ്വം വകുപ്പിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വിശദീകരണം അടക്കം ഇനി ലഭിക്കേണ്ടതുണ്ട്. സെന്തിൽനാഥന്റെ മൊഴി കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് വന്നത്. അതിന് തൊട്ടു മുൻപ് PS പ്രശാന്ത് നടത്തിയ പ്രസ്താവനയിലുടനീളം ഇത്രയും അധികം സ്വർണം പോയിട്ടില്ല, അത്തരം സ്വർണം പോയി 4.5 കിലോളം സ്വർണം പോയി എന്ന് പറയുന്നത് വങ്കത്തരമാണ് എന്നാണ് അഭിപ്രായപ്പെട്ടത്. എന്തായാലും G സുധാകരൻ അടക്കമുള്ള ആളുകൾ പ്രശാന്തിന് ഉപദേശവുമായി രംഗത്തെത്തിയിരിക്കുന്നു. എന്തായാലും വലിയ വിവാദത്തിലേക്കാണ് ഇടതുപക്ഷം ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചെന്നെത്തുന്നത്.